ശ്ലോകം 8. അപ്പോൾ ഇതെല്ലാം കരഭാജനാണ് പറയുന്നത്, ഓർമ്മ വേണം. ഓരോ യുഗത്തിലുള്ള ആ ഭഗവത് ഭജനത്തിൽ 4 യുഗത്തിൻ്റെ ആദ്യം പറഞ്ഞു, പിന്നീട് ഇപ്പോഴത്തെ കലിയുഗത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച്, ശ്രേഷ്ഠതയെക്കുറിച്ചാണ് ബാക്കിയുള്ള ശ്ലോകങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൃഷ്ട്വാ ധർമ്മദ്രുഹം തം കലിം, ധർമ്മത്തിനെ നശിപ്പിക്കുന്ന, ധർമ്മദേവനെ നശിപ്പിക്കുന്ന ഭാഗവത്തിൽ എടുത്തു പറയുന്നുണ്ട്. 1-ാം സ്കന്ധത്തിൽ തന്നെ 17-ാമത്തെ അധ്യായത്തിലോ മറ്റെയാണ്. മഹാഭാരതത്തിൽ നിന്ന് എടുത്തതാണ് അത്രേ. ധർമ്മദേവൻ കാളിയുടെ രൂപത്തിലാണ് നിൽക്കുന്നത്. ആ കാളിയുടെ രൂപത്തിൽ നിൽക്കുന്ന ആ ധർമ്മദേവനെ കലി ഒരു രാജാവിൻ്റെ വേഷത്തിൽ വന്ന് വാളുകൊണ്ട് കാല് വെട്ടാൻ പോകുന്നു. ഇപ്പം തന്നെ 3 കാലും പോയി ഒറ്റ കാലിലാണ് നിൽക്കുന്നത്. ആ ഒരു കാലും നശിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ഇത് പരീക്ഷത്ത് കണ്ടുകൊണ്ട് വരുന്നു. പരീക്ഷത്തിന് സഹിച്ചില്ല. അപ്പോഴാണ് പരീക്ഷ അവനെ കൊല്ലാൻ വേണ്ടി വാഴെടുക്കണം. ദൃഷ്ട്വാ ധർമ്മദ്രുഹം തം കലിം, ധർമ്മദേവനെ ദ്രോഹിക്കാൻ വേണ്ടി ആ കലി നിൽക്കുന്നത് കണ്ടിട്ട്, അപകരുണം, യാതൊരു കരുണയുമില്ലാതെ കണ്ട്, പ്രാങ് മഹീക്ഷിൽ പരീക്ഷിത്, പണ്ട് മഹീക്ഷിത് ഭൂമിയെ പരിപാലിക്കുന്ന രാജാവ്, ആ രാജാവായ പരീക്ഷിത്ത്, ഹന്തും വ്യാഘൃഷ്ടഖൽഗ, അവനെ കൊല്ലാൻ വേണ്ടി തൻ്റെ ഉറയിൽ നിന്ന് വാളൂരി, പക്ഷേ ന വിനിഹിതവാൻ, കൊന്നില്ല, അവനെ കൊല്ലിയുണ്ടായില്ല. എന്തുകൊണ്ട്? സാരവേദി, അവൻ സാരം ഉള്ളവനാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട്. ഗുണാംശാൽ, ഗുണങ്ങളെ സ്വീകരിക്കുന്നവനാണ്. അതാണ് സാരഭൂതമായ അല്പമായ ഗുണങ്ങളെയും സ്വീകരിക്കുന്നവനാണ് കലി. കലികാലത്ത് ഏറ്റവും വലിയ ഗുണം എന്താണ്? വെറും നാമജപം കൊണ്ട് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുന്നു. അതാണ് കലികാലത്തിൻ്റെ മാഹാത്മ്യം, ശ്രേഷ്ഠത. അപ്പോൾ കലിയെ നശിപ്പിക്കാൻ പാടില്ല, കലികാലം ഉണ്ടായിരിക്കണം. അപ്പം അവനിൽ ഈ ഒരു ഗുണമുണ്ട്. അവൻ എന്ന് പറയുന്നത് കലിയാണ്. കലികാലത്തിന് ഇങ്ങനെയൊരു ഗുണമുണ്ട്. വെറും നാമജപം കൊണ്ട് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുന്ന ഗുണമുള്ളത് കൊണ്ട് ന വിനിഹതവാൻ, കൊല്ലിയുണ്ടായില്ല. ഭഗവാനെ നമുക്കെല്ലാവർക്കും വേണ്ടത് സിദ്ധിയാണ്, മോക്ഷമാണ്. ത്വൽ സേവാദ്യാശു സിദ്ധിയേ, ഭഗവാനെ സേവിക്കുന്നതുകൊണ്ട്, ഭജിക്കുന്നതുകൊണ്ട്, അത് നാമജപത്തിലൂടെയാവാം, സ്തോത്രങ്ങളിലൂടെയാവാം, സത്സംഗങ്ങളിലൂടെയാവാം. ത്വത്സേവാദി പല വിധത്തിലുള്ളതായ സേവകൾ. ആശുസിദ്ധിയെ, വേഗത്തിൽ ലഭിക്കും. എപ്പോൾ? കലികാലത്ത്. എന്തുകൊണ്ട് കുന്തില്ല എന്നുള്ളതിന് കാരണം പറയുകയാണ്. ആര് കലികാലത്തിരിക്കുന്നുവോ അവർക്ക് എളുപ്പത്തിൽ മോക്ഷം നേടാൻ സാധിക്കുന്നു. എളുപ്പമായിട്ടുള്ള ഭഗവത് സേവയാണ് നാമജപം.
അതിന് സ്ഥലം നോക്കേണ്ട ആവശ്യമില്ല. എഴുത്തച്ഛനത് മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഊരിന്നു വേണ്ട ചില ഭാരങ്ങൾ വേണ്ടതിനു, നീരിന്നു വേണ്ട നിജധാരങ്ങൾ വേണ്ടതിനു, നാരായണാച്യുത ഹരേ എന്നതിനൊരുവർ നാവൊന്നേ വേണ്ടു, ഹരിനാരായണായ നമ. ഇന്ന സ്ഥലം വേണമെന്ന് നോക്കേണ്ട ആവശ്യമില്ല. എന്താണ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആ ടോയ്ലറ്റിലിരിക്കുമ്പോഴും ജപിക്കൂ. ആ സമയം പോലും നമ്മൾ വെറുതെ പാഴാക്കരുത്. ചില ഭാരങ്ങൾ വേണ്ടതിനു, പൂജാതി കർമ്മങ്ങൾക്ക് എന്തെല്ലാം വേണം? വിളക്ക്, എണ്ണ, തിരി, ചന്ദനത്തിരി, കർപ്പൂരം, പിന്നെ നിവേദ്യങ്ങൾ, പിന്നെ എന്തെല്ലാം വേണം? ഇതൊന്നും വേണ്ട. അതാണ് ഭാരങ്ങൾ. ഭാരങ്ങൾ വേണ്ടതിനു നീരിന്ന് വേണ്ട. ആ വച്ചിരിക്കുന്ന സാധനങ്ങളെ പരിശുദ്ധമാക്കാൻ ഗംഗാജലമാണെന്നുള്ള സങ്കല്പം, അതിന് വെള്ളം വേണം, അതും വേണ്ട. നിജധാരങ്ങൾ വേണ്ടതിനു, യാഗാദി കർമ്മങ്ങൾക്ക് യജമാനൻ്റെ അടുത്ത് പത്നി ഇരിക്കണം എന്നാണ് നിയമം. വേണ്ട. പിന്നെ എന്താ വേണ്ടത്? നാമം ജപിക്കൂ. നാരായണ അച്യുത ഹരേ എന്നതിന് ഒരുവർ നാവൊന്നേ വേണ്ടു. നാവ് മാത്രം മതി എന്ന് പറഞ്ഞു. നാവ് വേണോ? അതും വേണ്ട. മനസ്സിൽ ജപിക്കാമല്ലോ, മനസ്സിൽ ജപിക്കാമല്ലോ. നിരന്തരം ഭഗവത് ചിന്ത, അതാണ് അത്രയേ ഉള്ളൂ. നിരന്തരം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിരന്തരം. ഇത് അന്തരമാണ്. നിരന്തരം, അല്പം പോലും വിടവില്ലാതെ, അല്പം പോലും സമയം കളയാതെ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കൂ. ഏറ്റവും ശ്രേഷ്ഠമായ പൂജ അതാണ്. ഏറ്റവും ലളിതമായ പൂജ അതാണ്. യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത പൂജ. മുമ്പ് പറഞ്ഞതാണ്. നിർയത്നൈ, ഒരു യത്നവും ഒരു പ്രയത്നവും ഇല്ലാത്തതാണ്. പുസ്തകമാണ്, അയ്യോ പുസ്തകം അവിടെയാണ്, എടുത്തുകൊണ്ട് വരണം. വേണ്ട, എവിടേക്ക് പോകണ്ട, ഇരിക്കുന്നിടത്ത് ഇരുന്നാൽ മതി. വേണമെങ്കിൽ ചാരി ഇരുന്നോളൂ. ഇരുന്നിട്ട് ഭഗവൻ നാമം കൊണ്ട് നാം ഈ ജന്മം തന്നെ ആ ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കും. ത്വൽ സേവാദ്യാശ്വസിദ്ധി. ഭഗവാന്റെ സേവ കൊണ്ട് സേവ ആശ്വസിദ്ധി, എളുപ്പത്തിൽ കിട്ടും നമുക്ക്. അസദിഹനതസ, വല്ലാത്തൊരു ഇതാണ്, വളരെ ചുരുക്കി അങ്ങോട്ട്. അതാണ് അസത് എന്ന് പറയുന്നത്. അവിടെ അസത് കർമ്മമാണ് ഉദ്ദേശിക്കുന്നത്. അസത്തായിട്ടുള്ള കർമ്മം കൊണ്ട് അങ്ങനെ ന തഥ, അങ്ങനെ സാധ്യമല്ല. കർമ്മം തന്നെ അസത്താണെന്ന് അർത്ഥം. അത് നല്ല കർമ്മമായാലും ചീത്ത കർമ്മമായാലും, കർമ്മം ചെയ്യുന്നതിൽ സൽക്കർമ്മം തന്നെയാണെന്ന് വിചാരിക്കുക. യജ്ഞദാന തപ കർമ്മ ന ത്യാജ്യം. ആ യജ്ഞം ദാനം തപസ്സാവുന്ന കർമ്മം തന്നെ നല്ല കർമ്മമാണ്. എങ്കിലും അതുപോലും ന തഥ, അത്ര എളുപ്പത്തിൽ, ഈ നാമജപം പോലെ എളുപ്പത്തിൽ കിട്ടില്ല. സൽക്കർമ്മങ്ങൾ ചെയ്താൽ പോലും അസദിഹ ന തഥാ. ത്വൽസേവാദ്യാശുസിദ്ധേ. അപ്പോൾ നാമജപം കൊണ്ട് എളുപ്പത്തിൽ നമുക്ക് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കും. സൽക്കർമ്മങ്ങൾ ചെയ്യണമെന്ന് പോലുമില്ല, വിചാരിച്ചാൽ പോലും മതി എന്നാവണം. നല്ല കർമ്മം ചെയ്യണം എന്ന് വിചാരിച്ചാൽ മതി, കലിയുടെ ഗുണം അതാണ്.
വിചാരിച്ചാൽ മതി, അവർക്ക് കിട്ടും. ദുഷ്കർമ്മങ്ങൾ എങ്ങനെയാണ്? ദുഷ്കർമ്മം ചെയ്താലേ അതിൻ്റെ ദോഷം നമ്മളെ ബാധിക്കും. ഒരു ദുഷ്കർമ്മം ചെയ്താൽ അതിൻ്റെ ദോഷമുണ്ട്. സത്കർമ്മം അങ്ങനെയല്ല. സത്കർമ്മം ചെയ്യണം എന്ന് വിചാരിച്ചു, സാധിച്ചില്ല, പക്ഷെ അതിൻ്റെ ഫലം നമുക്ക് കിട്ടും. ചെയ്യണമെന്ന് വിചാരിച്ചില്ലേ? നല്ല മനസ്സുകൊണ്ട് വിചാരിക്കണം. മനസ്സാണ് അവിടെ കാര്യം. ത്വൽസേവാദ്യാശു സിദ്ധിയത് അസദിഹന്ന തഥാ. അസത് എന്ന് പറയുന്നത് അസത്കർമ്മം, അസത്തായ കർമ്മം, നന്നല്ലാത്ത കർമ്മം, ദുഷ്ടകർമ്മം. അതുകൊണ്ട് അങ്ങനെ സാധ്യമല്ല. ഹേ ഭഗവൻ, അങ്ങയുടെ നാമജപമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. നാമസങ്കീർത്തനത്തിന് വേണ്ടി അല്ലേ? ഇതൊക്കെ നാമസങ്കീർത്തനത്തിൽപ്പെട്ടതല്ലേ? അത് ശ്ലോകങ്ങളായിന്ന് മാത്രം, വെറും ഒരു നാമമല്ല, ശ്ലോകങ്ങളായിട്ട് ജപിക്കുന്നു. അങ്ങനെയുള്ള എന്നെ ഈ കലിയുണ്ടല്ലോ ബാധിക്കരുത്. ത്വൽപരേ അങ്ങയെ ശ്രേഷ്ഠനായി കണ്ടുകൊണ്ട് അങ്ങയെ ജപിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ ഏഷ ഭീരുഹു, ആരാണോ ഭഗവാനെ ഭജിക്കുന്നത് അവരുടെ അടുത്ത് വരാൻ ഇവന് പേടിയാണ്. ത്വൽപരേജ ഏഷഹ ഭീരുഹു, ഈ കലി ഭയപ്പെടുന്നു. എന്തുകൊണ്ട്? ഭഗവത് ഭക്തന്മാരെ ഉപദ്രവിച്ചാൽ തനിക്ക് ശിക്ഷ കിട്ടും എന്നറിയാം. അതാണ്. ആദ്യം അവൻ എന്താ ചെയ്യുക? എത്തു പ്രാഗേവ രോഗാദിഭിരഹരതേ, ആദ്യം അപഹരതേ. ആദ്യം എന്താ ചെയ്യണേ? ആരാണോ ഭഗവാനെ ഭജിക്കുന്നത് അവർക്ക് രോഗങ്ങൾ ഉണ്ടാക്കും. അവ ഭജിക്കില്ലല്ലോ, ഭജിക്കാൻ സാധിക്കില്ലല്ലോ. രോഗം മുതലായതുകൊണ്ട്, അപകടങ്ങൾ മുതലായതുകൊണ്ട് അവരുടെ ആ ഭജനയെ മുടക്കും. തത്രഹാശിക്ഷയേനം, അവിടെ അങ്ങ് ഏനം ശിക്ഷയാ, ഇവനെ ശിക്ഷിക്കൂ. ഭക്തന്മാരെ ഉപദ്രവിക്കാൻ സമ്മതിക്കരുത്. കലികാലത്ത് നാമജപം കൊണ്ട് ഭഗവത് പ്രാപ്തി കിട്ടുന്നത് കൊണ്ട് ഭഗവാനെ തന്നെ ശ്രേഷ്ഠനായിട്ട് കണ്ടുകൊണ്ട് അങ്ങനെ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭക്തന്മാരെ കലി വന്ന് ബാധിച്ച് അവർക്ക് സൂക്കേടുണ്ടാക്കണു, അപകടങ്ങളുണ്ടാക്കണു, അങ്ങനെ ഭജിക്കാൻ സമ്മതിക്കാതിരിക്കണു. അങ്ങനെ ആ ഒരവസരം വരരുത്. അതിനെന്തു വേണം? തത്രഹ ശിക്ഷയേനം, അവനെ ശിക്ഷിക്കൂ. അവനെ ശിക്ഷിച്ച് എനിക്കൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി അങ്ങ് പ്രത്യേകം ശ്രദ്ധിക്കണമേ. എത്രത്തോളം എളുപ്പമാണ് നാമജപം മുതലായത്, അതാണ് 9ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്.